നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയനെയും നടി തൃഷ കൃഷ്ണനെയും ലക്ഷ്യമിട്ട് നടത്തിയ അശ്ലീല ചുവയുള്ള പരാമർശത്തിൽ ഡിഎംകെ നേതാവും തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് തമിഴ്നാട്ടിൽ ഇന്ന് അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നിലാങ്കരയിലെ വസതിയിൽ നിന്നാണ് തഞ്ചാവൂർ പോലീസിന്റെ പ്രത്യേക സംഘം ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് നടപടികൾ തടഞ്ഞിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ജാമ്യാപേക്ഷ തള്ളുകയോ അനുകൂല ഉത്തരവ് നൽകാതിരിക്കുകയോ ചെയ്തതോടെയാണ് പോലീസ് അടിയന്തര നടപടിയിലേക്ക് കടന്നത്. ഒരു പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ഉദയനിധി സ്റ്റാലിൻ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതും പ്രതിഷേധിക്കുന്നതുമൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷെ അതിന് ഇങ്ങനെ ഡിഎംകെയുടെ ഒരു നാലാം കിട തെരുവ് പ്രാസംഗികനെ പോലെയുള്ള ഭാഷയും പ്രയോഗങ്ങളും അശ്ലീലവും എടുത്തുകൊണ്ടുവരുന്നത് അറപ്പുളവാക്കുന്നതാണ്. പക്ഷെ ഡിഎംകെയുടെ ചരിത്രം അറിയാവുന്നവർക്ക് ഇത് അത്ര വലിയ അത്ഭുതമൊന്നും ആയിരിക്കില്ല എന്ന് മാത്രം. നടി തൃഷ കൃഷ്ണനെതിരെ പൊതുവേദിയിൽ അധിക്ഷേപ പരാമർശം നടത്തിയ ഉദയനിധി സ്റ്റാലിനെ ശക്തമായി വിമർശിച്ച് നായിക ചിന്മയി ശ്രീപദയും നടിയും ബിജെപി നേതാവുമായ ഖുഷ്ബു സുന്ദറും രംഗത്ത് വന്നിരിക്കുകയാണ്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രസംഗത്തിനിടെയാണ് ഉദയനിധി സ്റ്റാലിൻ തൃഷ കൃഷ്ണനെ ലക്ഷ്യം വെച്ചുള്ള ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ സ്ത്രീകളെ അനാവശ്യമായി വലിച്ചിഴക്കരുതെന്ന് ചിന്മയി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ തർക്കങ്ങളുമായി ബന്ധമില്ലാത്ത സ്ത്രീകളെ ലക്ഷ്യമിടുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും ചിന്മയി പറഞ്ഞു. പുതിയ തലമുറയിലെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കൂടുതൽ ഉത്തരവാദിത്തമുള്ള സമീപനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചിന്മയി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയക്കാർ യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. രാഷ്ട്രീയ തർക്കങ്ങളുമായി ബന്ധമില്ലാത്ത സ്ത്രീകളെ അതിലേക്ക് വലിച്ചിഴക്കരുത് എന്നാണ് ചിന്മയി എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഉദയനിധിയുടെ പരാമർശം തികച്ചും ക്രൂരവും വില കുറഞ്ഞതുമാണെന്നാണ് ഖുഷ്ബു സുന്ദർ വിശേഷിപ്പിച്ചത്. അത്തരം പരാമർശം നടത്തിയതിന് ഉദയനിധി തൃശയോട് ഉപാധികളില്ലാതെ മാപ്പ് പറയണമെന്നാണ് ഖുഷ്ബു സുന്ദർ ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയ എതിരാളികളുടെ പ്രകടനത്തിനോടും കാഴ്ചപ്പാടിനോടും ഒപ്പമെത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അശ്ലീലങ്ങളും പ്രയോഗിക്കുന്നതെന്നും ഖുഷ്ബു പറഞ്ഞു. തൃശയോട് അപമാനകരമായി പെരുമാറിയതിൽ സ്വന്തം തെറ്റേറ്റു പറയാനും മാപ്പ് ചോദിക്കാനുമുള്ള ധൈര്യവും മാന്യതയും ഉദയനിധിക്ക് ഉണ്ടോ എന്ന് കാണാമെന്നും ഖുഷ്ബു വെല്ലുവിളിച്ചിട്ടുണ്ട്. അതേസമയം കസ്റ്റഡിയിലെടുത്തതിൽ പ്രതികരിച്ചത് ഉദയനിധി സ്റ്റാലിൻ ഇങ്ങനെയാണ്: ഇതൊക്കെ കോമഡിയായി തോന്നുന്നു എന്നായിരുന്നു. പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടെ ഉദയനിധി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോടാണ് ഇങ്ങനെ പ്രതികരിച്ചത്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാത്തത് അടിച്ചേൽപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, മോശം അർത്ഥവും ഉദ്ദേശിച്ചില്ല. ഇതിന്റെ പരിണത ഫലങ്ങൾ നേരിടാൻ തയ്യാറാണ്, അറസ്റ്റിനെ ഭയക്കുന്നില്ലെന്നാണ് ഉദയനിധി പറഞ്ഞിരിക്കുന്നത്. പൊതുവേദിയിൽ വെച്ച് ഒരു പ്രമുഖ നടിയെക്കുറിച്ച് ഇത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത് വലിയ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ഉയർന്ന പദവിയിലിരിക്കുന്ന നേതാക്കളിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് തികച്ചും നിർഭാഗ്യകരമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ. രാഷ്ട്രീയവും അഭിപ്രായ വ്യത്യാസങ്ങളും എന്തൊക്കെ തന്നെയായാലും ഒരു സ്ത്രീയെ ഇത്തരം പൊതുവേദികളിൽ അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കി വലിയ വിമർശനമാണ് ഉയരുന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം സംസാരങ്ങൾക്കെതിരെ കടുത്ത അമർഷമാണ് ആരാധകരുടെയും പൊതുജനങ്ങളുടെയും ഭാഗത്തു നിന്ന് ഉയരുന്നത്. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച തഞ്ചാവൂരിലാണ് ഡിഎംകെ സംഘടിപ്പിച്ച വലിയ പ്രതിഷേധ റാലിയായിരുന്നു വിവാദപരമായ സംഭവം ഉണ്ടായത്. സർക്കാരിനെയും മുഖ്യമന്ത്രി വിജയനെയും രൂക്ഷമായി വിമർശിച്ച ഉദയനിധി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് മറ്റു ചില കാര്യങ്ങളാണ് ശ്രദ്ധയെന്ന് ആരോപിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ഡിഎംകെ പ്രവർത്തകർക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത് രാഷ്ട്രീയ പകപോക്കൽ നടത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമയമാണ് വേദിക്ക് താഴെയുണ്ടായിരുന്ന അണികൾ നടി തൃശയുടെ പേര് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചത്. മറുപടിയായി ഒരു ചിരിയോടെ ഉദയനിധി നടത്തിയ ദ്വയാർത്ഥ പ്രയോഗമാണ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. സംഭവം അശ്ലീലമായതോടെ താൻ കാവേരി നദിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഉദയനിധി തടിയൂരാൻ ശ്രമിച്ചെങ്കിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്.
ഉദയനിധിയുടെ പരാമർശത്തിനെതിരെ ഭരണകക്ഷിയായ തമിഴക വെട്രിക്കഴകം തഞ്ചാവൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. ഇതിനു പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ദേശീയ വനിതാ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ കാവേരി വിഷയത്തിലെ പരാജയം മറച്ചുവെക്കാനും രാഷ്ട്രീയ പകപോക്കലിനായി ടി.വി.കെ സർക്കാർ പോലീസിനെ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് DMK ആരോപിക്കുന്നത്. ഉദയനിധിയുടെ കസ്റ്റഡിയെ തുടർന്ന് തമിഴ്നാട് ഒട്ടാകെ വൻ പ്രതിഷേധത്തിന് DMK ആഹ്വാനം ചെയ്തതോടെ സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ പോലെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയങ്ങളിലൊക്കെ തന്നെ DMK പ്രവർത്തകരും പോലീസ് വാഹനത്തിന് മുന്നിൽ തറയിൽ കുത്തിയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും തമിഴ്നാട്ടിൽ ഒരുപാട് സ്ത്രീകളാണ്, പല പ്രമുഖ സ്ത്രീകളാണ് ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. രാഷ്ട്രീയം എന്തുമായിരിക്കോട്ടെ, രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കാനും അവർക്കെതിരെ സംസാരിക്കാനൊക്കെ ഉള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ അത് ഒരിക്കലും അനാവശ്യമായിട്ട് മറ്റൊരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു പ്രമുഖയായിട്ടുള്ള ഒരു നടിയുടെ പേര് വലിച്ചിഴച്ച് അതും വളരെ വൃത്തികെട്ട ഭാഷയിൽ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിക്കൊണ്ടായിരിക്കരുത്. ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല ഭാഷയിൽ പല കാര്യങ്ങളെയും വിമർശിക്കാം, അതിനെ എതിർത്തും സംസാരിക്കാം. പക്ഷെ ഒരിക്കലും മുഖ്യമന്ത്രി ആയിട്ടുള്ള വിജയ്ക്കെതിരെ അദ്ദേഹത്തിന് ഒരു പരാമർശം ഉന്നയിക്കണമെങ്കിൽ ഇത്തരത്തിൽ മറ്റുള്ള ഒരു നടിയുടെ പേര് വലിച്ചിഴച്ചുകൊണ്ടായിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉദയനിധി സ്റ്റാലിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. മാത്രമല്ല, ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. അതിന് താഴെയൊക്കെ ജനങ്ങൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉദയനിധിക്കെതിരെ ഉയർത്തുന്നത്. പലരും പറയുന്നുണ്ട്, സനാതന ധർമ്മത്തെ വരെ എതിർത്ത് വിമർശിച്ച് പറഞ്ഞ ഉദയനിധിയുടെ വായിൽ നിന്ന് ഇതിൽ കൂടുതൽ ഇനിയും പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും വിമർശനം ഉന്നയിക്കുന്നത്. you